നമുക്ക് നല്ല കാര്യം മാറണം. നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഈ ഫോണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എഡിറ്റിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഫോണിൽ നന്നായിട്ട് റെക്കോർഡാവും. പക്ഷെ നമ്മൾ അവിടെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ 10 ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഓരോ ആൾക്ക് മാത്രമേ ആൻസർ തരാൻ പറ്റത്തുള്ളൂ. ഇവൻ കമ്മ്യൂണിറ്റി ഇത് ലെസ്ബിയൻ ആണ്, ഇത് ഗേ ആണ്, ഇത് ട്രാൻസ്ജെൻഡർ, ഈ എല്ലാവർക്കും അടിക്കണം പോലെ റോഡിലെ. ഹെലൻ്റെ കൂടെ ഞാൻ സംസാരിച്ച് ഷീ ഈസ് വെരി ഗുഡ് ഗേൾ. കാരണം ഹിന്ദിയിലെ സംസാരിക്കാൻ പറ്റി, അവൾക്ക് നല്ല രീതിയിലേക്ക് ഹിന്ദി അറിയാം. അവൾ പറയുന്നത് എനിക്ക് സാധനം മനസ്സിലായിട്ടില്ല, വാട്ട് യു ആർ ടോക്കിംഗ്. ഞാൻ പറഞ്ഞില്ലേ നല്ല കടപ്പുണ്ട് പറഞ്ഞിട്ട് ആ ഭാഗം മാത്രം കറക്റ്റ്. ആ ഇൻ ബിറ്റ്വീൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ, ആ ക്വസ്റ്റ്യൻ എൻ്റെ ചെവിയിൽ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് ചോദിക്കുന്ന ആൾക്കാർ എൻ്റെ വീഡിയോയുടെ വേണ്ടിയാണ് ചോദിക്കുന്നത്, ഞാൻ അവിടെയാണ് കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് താങ്കളുടെ വീഡിയോ ലീക്കായ വീഡിയോനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് താങ്കൾ നൽകിയത്. ഞാൻ കൊടുത്ത് ആ ഹെലന് കുട്ടിക്ക് വലിക്കണ്ട. കാരണം നമ്മൾ തമ്മിൽ ഓരോ രീതിയിലേക്ക് പ്രശ്നമില്ല. അവളുടെ അമ്മാച്ചൻ എന്താ വിചാരിക്കും, ഞാൻ എത്ര മോശമായിട്ടൊരു പെൺകുട്ടിയുടെ വേണ്ടി ഞാൻ പറയുന്നത്. ഇത് ഹെലനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ ഹെലനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഹെലനിക്ക് ഒരു വോയിസ് നോട്ട് കൊടുത്ത്, സോ ഞാൻ പറഞ്ഞ ഐ പോസ്റ്റ് എ വീഡിയോ സ്റ്റോറി ആൻഡ് ടാഗ് യു പറഞ്ഞു. ഈ ആ കൊച്ചു പ്രേമം ചേട്ടൻ അവളുടെ പേര് വച്ചിട്ട് എന്നെ വലിച്ച് കീറുന്ന കുറേ ആൾക്കാരുണ്ടോ, കൊച്ചു പ്രേമം തന്നെ. ഈ പീപ്പിൾ ആർ നോട്ട് ഇൻസൾട്ടിങ് മീ. ഒരു മരിച്ചു പോകുന്ന ഒരു ആർട്ടിസ്റ്റിക്ക് നിങ്ങൾ ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ ഞാൻ ഈ ആൾക്കാർക്ക് എന്താ പറയാം, ഒരു കാര്യം കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവൾ ആരാ, ഇവൾ ബംഗാളിയാണ്, ഇവൾ ബിഹാറിയാണ്. നിങ്ങൾ ഈ ബംഗാളി ആൻഡ് ബിഹാരീസ് അത്ര ചീപ്പാണോ? ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കുറ്റമാണ്. ഈ ആള് എൻ്റെ ഒരു ഭയങ്കര വലിയ ഇമോഷണൽ ടൈമിലാണ് എന്നെ ഈ വീഡിയോ ലീക്കാക്കി എന്നെ വേണ്ടി പറയാനുണ്ടെങ്കിൽ ഈ പാതിരാത്രിയുടെ ഒരു വീഡിയോ ആണ്. ഞാനിങ്ങനെ കുളിച്ചിട്ട് ഇറങ്ങുന്ന ഒരു നൈറ്റ് ഡ്രസ്സിൻ്റെ വീഡിയോ ആണ്. അതാ വെച്ചിട്ട് എനിക്ക് എത്ര കുറ്റപ്പെട്ട ആ ആളുടെ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ കൃത്യമായിട്ട് പറയുന്ന ഒരു വാക്കാണ്, അവനിക്ക് നല്ല കടപ്പാണ്. ആ വാക്ക് ഞാൻ കറക്റ്റാണ് പറയുന്നത്. അവൻ ഇതിൽ വരുന്ന ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് ഹെലൻ്റെ കമൻറ്റ് വരുന്നത് ജാൻമോണിക്ക് ഒരു മറുപടി ഹെലൻ കൊടുക്കണം, മറ്റേ അത് ജാസിക്ക് കൊടുത്ത പോലെ നല്ല ഒരു രീതിയിലുള്ള അറ്റാക്കിങ്ങുള്ള ഒരു മറുപടി. കാരണം ഈ ആൾക്കാരെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു രാത്രി കോരി വിധവാങ്കവേ ഒരു പാട്ടുമൂലി വേൽവീരവേ. നമസ്കാരം ജാൻമോണി. നമസ്കാരം. ഇപ്പോൾ ഒരു വീഡിയോ വന്ന് ഭയങ്കര വൈറലായി നിൽക്കുകയാണ്, അതിൻ്റെ ഒരു കോൺട്രവേഴ്സിയിലൊക്കെയാണ്. വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ എന്താണ് അതിൻ്റെ സംഭവം എന്നൊന്ന് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുമോ? സംഭവം മനസ്സിലായി. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര ഈ താഴെ കൊടുക്കുന്ന പിക്ചേഴ്സ് അല്ലേ. ഞാൻ വീഡിയോ തന്നെ വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ ഉറങ്ങി. നടാഷയുടെ കല്യാണത്തിൽ കഴിഞ്ഞിട്ട്. സോ അത് കഴിഞ്ഞിട്ട് എനിക്ക് അഭിഷേകിന്റെ കുറെ മിസ് കോൾ ഉണ്ടോ. സോ ഞാൻ തിരിച്ച് ഫോണിൽ വിളിച്ചത് എനിക്ക് സംഭവം അറിയത്തില്ല. അഭിഷേക് വിളിച്ച് ജാനു ചോദിക്കുന്ന ക്വസ്റ്റ്യന് വേറെ, ജാനു പറയുന്ന വേറെ. കാരണം അഭിഷേക് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. സോ അഭിഷേക് പറഞ്ഞ് ഞാൻ ആരാണ് ചോദിച്ചത്. കാരണം എനിക്ക് ഹെലന സ്പാർട്ട പറഞ്ഞ കുട്ടിക്ക് എനിക്ക് അറിയത്തില്ല ഫസ്റ്റ് തിങ്. പിന്നെ ജസ്റ്റിൻ്റെ കൂടെ എന്താ പ്രശ്നമുണ്ടോ അതാണ് ഞാൻ അറിയത്തില്ല. കാരണം എൻ്റെ ഫീൽഡിൽ എപ്പോഴും ആ ഹിന്ദി സോങ്സ്, മേക്കപ്പ് അല്ലെങ്കിൽ ജ്വല്ലറി അങ്ങനെ പറയത്തുള്ളൂ. എനിക്ക് നിങ്ങൾ കണ്ട എൻ്റെ വീട്ടിലെ TV ഇല്ല, ഞാൻ ന്യൂസ് പോലെ ഞാൻ കേൾക്കില്ല. സോ അഭിഷേക് എനിക്ക് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്ത് പറഞ്ഞിട്ട് അവളുടെ പ്രൊഫൈൽ എനിക്ക് തന്നെ. പ്രൊഫൈൽ കണ്ടിട്ട് ഞാൻ അതൊരു ബ്രൈഡ് തന്നെ. ഞാൻ എന്നെ പറ്റി ചോദിച്ച്, അല്ല ജാനു ഗോ ടു ദ റീൽസ് ആൻഡ് ചെക്ക്. ദെൻ ഐ ചെക്ക്ഡ് ഇറ്റ് ഇൻ റീൽസ്. സോ എനിക്ക് മനസ്സിലായി ഓക്കെ സീ ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ് അങ്ങനെയാണ്. സോ ഞാൻ ഞാൻ അവളുടെ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ദെൻ അഭിഷേക് പറഞ്ഞു ജാനു പറയുന്ന ആൻസർ വേറെ പറയുന്നത്. ജാനു എനിക്ക് നല്ല ദേഷ്യം പറഞ്ഞ് എൻ്റെ എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ടൈമാണ്. ഞാൻ രാത്രി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഫ്ലൈ ചെയ്തിട്ട് എനിക്ക് വീട്ടിലെത്തണം. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങാൻ ഒരു വീഡിയോ ലീക്കായി ഹോട്ടലിൻ്റെ ചെക്കൗട്ട് ചെയ്യുന്നത്. ആ വീഡിയോയിൽ പോയിട്ട് ആ ഒരു ആള്, അപ്പം പേരെന്താ എനിക്ക് മറന്നുപോയി, ഒരു ആള് എന്താ മോശം എന്താ മോശം വാക്കുകൾ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ജാസിയുടെ കാര്യം എന്നെ ചോദിച്ചിട്ട് ഞാൻ നന്നായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു, നല്ലതല്ലേ നമ്മളുടെ വേണ്ടി ഒരാൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ബിക്കോസ് ആ ആൾക്ക് എത്ര ടൈം ഉണ്ടോ നമ്മളുടെ വേണ്ടി സംസാരിക്കണമെങ്കിൽ ചെയ്യട്ടെ, പ്രശ്നമില്ല. ജാസിയുടെ അച്ഛനൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് സാരില്ല മോളെ നമ്മളെ ഉണ്ടോ അല്ലേ. കാരണം എൻ്റെ അമ്മ ഇല്ല, എനിക്ക് മനസ്സിലാവും ഒരാളുടെ അച്ഛൻ അമ്മ ഇല്ലാത്തതുണ്ടോ. ജാസിയുടെ കോൺട്രവേഴ്സി കംപ്ലീറ്റ്ലി വേറെ അല്ലേ. അവൾ എൻ്റെ ഫ്രണ്ടാണ്, എപ്പോഴും എൻ്റെ ഫ്രണ്ട് ഉണ്ടാവും.
കാരണം അവളുടെ ലൈഫ് വേറെ, പക്ഷെ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ അവളോട് കുറ്റം എനിക്ക് കാണിച്ചിട്ടില്ല അല്ലേ. സോ എനിക്ക് ജാസിക്ക് മനസ്സിൽ അവൾക്ക് എന്തെങ്കിലും ഡൗൺ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരിക്കും. പിന്നെ ഹെലൻ്റെ കൂടെ ഞാൻ സംസാരിച്ച് സി ഈസ് വെരി ഗുഡ് ഗേൾ. കാരണം ഹിന്ദിയിലെ സംസാരിക്കാൻ പറ്റി, അവൾക്ക് നല്ല രീതിയിലേക്ക് ഹിന്ദി അറിയാം. സോ ഞാൻ ഹിന്ദിയിൽ അവളുടെ കൂടെ സംസാരിച്ചിട്ട് അവൾ ഇത്ര സ്വീറ്റാണ്. അവൾ പറയുന്നത് എനിക്ക് സാധനം മനസ്സിലായിട്ടില്ല വാട്ട് യു ആർ ടോക്കിംഗ്. കാരണം ഈ ഭാഗം മാത്രം ഞാൻ പറഞ്ഞില്ല നല്ല കറുപ്പുണ്ട് പറഞ്ഞിട്ട് ആ ഭാഗം മാത്രം കറക്റ്റ്. ആ ഇൻ ബിറ്റ്വീൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ, ആ ക്വസ്റ്റ്യൻ എൻ്റെ ചെവിയിൽ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് ചോദിക്കുന്ന ആൾക്കാർ എൻ്റെ വീഡിയോയുടെ വേണ്ടിയാണ് ചോദിക്കുന്നത്, ഞാൻ അവിടെയാണ് കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് താങ്കളുടെ വീഡിയോ ലീക്കായ വീഡിയോനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് താങ്കൾ നൽകിയത്. ഞാൻ കൊടുത്ത്. കാരണം എൻ്റെ വേണ്ടി മാത്രമല്ല, ഇത് കുറേ തന്നെ ചിരത്ത വെച്ചിട്ട് ഇരിക്കുന്ന പറഞ്ഞിട്ട് ആളുടെ കയ്യിലേക്ക് തലി അടിച്ചടിച്ച് കാറിൽ ഇരിക്കുന്ന സംസാരിക്കുന്നതാണ്. 2.5 വർഷമായിട്ട് എനിക്ക് ട്രോള് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഓരോ വീഡിയോയുടെ കമൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരും അത്ര തെരി വിളിച്ചത് ഞാൻ ഓരോ ആൾക്ക് ഞാൻ തിരിച്ചൊരു മറുപടി പറഞ്ഞിട്ടില്ല ഇന്ന മുതൽ. ഈ ആള് എൻ്റെ ഒരു ഭയങ്കര വലിയ ഇമോഷണൽ ടൈമിലാണ് എന്നെ ഈ വീഡിയോ ലീക്കാക്കി എന്നെ വേണ്ടി പറയാനുണ്ടെങ്കിൽ ഈ പാതിരാത്രിയുടെ ഒരു വീഡിയോ ആണ്. ഞാനിങ്ങനെ കുളിച്ചിട്ട് ഇറങ്ങുന്ന ഒരു നൈറ്റ് ഡ്രസ്സിൻ്റെ വീഡിയോ ആണ്. അതാ വെച്ചിട്ട് എനിക്ക് എത്ര കുറ്റം പറഞ്ഞ ആ ആളുടെ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ സംഭവം എന്താ പറ്റി, ജാസിയുടെ ബൈറ്റും ജാസിയുടെ കൂടെ സംസാരിക്കുന്ന ഇൻ ബിറ്റ്വീനാണ് ഞാൻ വന്നിട്ട് ഈ കാര്യം പറഞ്ഞു കൊടുത്തത്. അതിനാണ് ആൾക്കാർ എപ്പോഴും തെറ്റത്. ഞാൻ എന്താ പറഞ്ഞ് വെൻ ഐ എം ടോക്കിംഗ് ടു ദിസ് ഗേൾ ഹെലൻ, ആ കുട്ടിക്ക് എനിക്ക് അറിയത്തില്ലാത്തൊരു കുട്ടിയുടെ കൂടെ എന്താ പ്രശ്നമാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ ഹെലൻ്റെ കൂടെ സംസാരിച്ചിട്ട് അത് ക്ലിയറിഫിക്കേഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വൈറ്റ് കൊടുക്കുന്നത്. കാരണം പബ്ലിക്ക് വിചാരിക്കുന്നത് ഞാൻ ഹെലനിക്ക് പറയാനേ, ഞാൻ ഓരോ പെൺകുട്ടിയുടെ വേണ്ടി ഓരോ മോശം വാക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് മുതലേ പാടുന്നിട്ടില്ല. കറക്റ്റ് അല്ലേ? നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോസൊക്കെ എപ്പോഴും തമാശ, എപ്പോഴും ആ കളിച്ച് ചിരിച്ച് ഇരിക്കുന്ന ഒരാളാണ്. എനിക്ക് അത്തരം തേരുകൾ കേട്ടിട്ട് ഐ എം നോട്ട് ഗിവിങ് എനി റിപ്ലൈ. ഇപ്പോൾ ഹെലൻ്റെ കാര്യം, ഇപ്പോൾ ചോദിക്കുന്ന സാധനങ്ങളും വേറെ. ഇപ്പോൾ ഞാൻ പറയില്ലേ ആ ആൾക്ക് എന്താ ഉണ്ടാവും, നിങ്ങളുടെ നോർമൽ ഒരു പച്ച മലയത്തിൽ എനിക്ക് പറയൂ. ഓരോ ആൾ നിങ്ങൾക്ക് വേണ്ടി അത്രയോ ചീത്ത പറഞ്ഞിട്ട് ആൾക്ക് നമ്മൾ പച്ചക്ക് എന്താ പറയും അല്ലേ? ഇപ്പോൾ തുണി പോയി കാണിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അവന് പറയുന്നത് ചിരത്ത വെച്ചിട്ട് ഓടി നടക്കുന്ന ആൾക്കാർ എന്നെ റോഡിൽ പിടിച്ചിട്ട് അടിക്കണം. അതെ, ഐ ആം ലിവിങ് മൈ ലൈഫ്. എനിക്ക് പാതിരാത്രി ഹോട്ടലിൽ ഞാൻ പട്ടുസാരി ഇടിച്ചിട്ട് ഞാൻ ഇറങ്ങാൻ പറ്റത്തില്ല, കുളിച്ചിട്ട് ഞാൻ ഇറങ്ങാനാണ്. എനിക്ക് എങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ എത്താൻ പറ്റത്തുള്ളൂ. കാരണം ആ മൊമെന്റ് പതുക്കെ സൈഡിൽ ഇരുന്നിട്ട് ഹൈഡാക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് ആ വീഡിയോക്ക് ട്രോളാക്കി ആ വീഡിയോയുടെ മോശം അതിനാണ് ചോദിച്ചല്ലേ, ഭയങ്കര മോശം വാക്കുകളാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ ഉണ്ടോ, ഭയങ്കര മോശം വാക്കുകളാണ് പറയുന്നത് ആ വീഡിയോയിൽ. ആ വീഡിയോ ആണ് സംസാരിക്കുന്നത്. ആൾക്കാർ എന്താ ചെയ്ത് ആ വീഡിയോസിന്റെ കാര്യം ആരും സംസാരിച്ചില്ല, നേരത്തെ ഹെലൻ്റെ പിക്ചേഴ്സ് വെച്ച്. പിന്നെ എനിക്ക് അഭിഷേക് എൻ്റെ അസിസ്റ്റൻറ്റ്, എൻ്റെ ഒരു ഫാൻ ഉണ്ട് ട്രിവാൻഡ്രമിൽ, അവൻ എന്നെ അയച്ചു കൊടുത്ത് എനിക്ക് രഞ്ജിൻ ചേച്ചി വിളിച്ചിട്ട് എനിക്ക് ചീത്ത പറയുന്നത്, നീ എന്താണ് ഇങ്ങനെ പോലെ സംസാരിക്കുന്നത്. കാരണം ആർക്കും അറിയാൻ പറ്റത്തില്ല. അത് എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ നോർമൽ ഒരു ആളുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും ഈ ഹെലനിക്കാണ് നമ്മളെ മറുപടി പറയുന്നത്. പക്ഷെ പാവം ആ കുട്ടിക്ക് അവളെ അറിയത്തില്ല. കാരണം കുട്ടി എൻ്റെ വേണ്ടി ഓരോ സ്ഥലത്തിൽ സംസാരിച്ചിട്ടില്ല, കുട്ടിയുടെ കൂടെ എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം അവളുടെ കൂടെ ഞാൻ സംസാരിച്ച മനസ്സിൽ ഭയങ്കര പാവം ഒരു കുട്ടിയാണ്. വേറെ ആരുടെ കൂടെ എന്താ പ്രശ്നമുണ്ട് അതെനിക്ക് അറിയത്തില്ല. കാരണം ഇപ്പോൾ ജസ്റ്റിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി എന്താ സംഭവിച്ച അത് ടോട്ടൽ സ്റ്റോറി എനിക്ക് അറിയത്തില്ല. ഇതാ കഴിഞ്ഞിട്ട് മാത്രം ഞാൻ പോയിട്ട് കണ്ട് ഇതാ എപ്പോൾ സംഭവിച്ച്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണിച്ചു കൊടുക്കാം. അത് ഭയങ്കര മോശമല്ലേ, ഈ വീഡിയോ കണ്ടോ? ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ഞാൻ ഇപ്പോൾ അവന് ആ വീഡിയോ ഡിലീറ്റ് ആക്കിയാൽ പറഞ്ഞത്. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ കിട്ടില്ല. പക്ഷെ ഞാൻ ലക്കിലി അതാ ഞാൻ ഹെലനിക്ക് അയച്ചു കൊടുത്തിട്ട് ആ തെളിവുണ്ടോ, രാഹുൽ നായരാണ് ആ പയ്യൻ്റെ പേര്, എനിക്ക് അറിയത്തില്ല. ഫോർ യു പേജ് ഹൈലൈറ്റ് അങ്ങനെ കുറേ ആ മലയാളത്തിൽ വായിച്ചിട്ട് ഈ വീഡിയോയുടെ താഴെ പോയിട്ട് എന്തൊക്കെ തേടി വിളിച്ചിട്ടുണ്ടോ അതിൻ്റെ ആണ് മറുപടി ഞാൻ ശരിക്കും ഓൺലൈൻ മീഡിയക്ക് ആ ദിവസം ഞാൻ പറഞ്ഞത്. കാരണം അതാണ് ഞാൻ പച്ചക്കെ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയില്ല, ഞാൻ പച്ചക്കെ പറഞ്ഞു. ബട്ട് ദാറ്റ് ഫോർ ദിസ് വീഡിയോ. കാരണം അൺനെസസറി നിങ്ങൾ ആ ഹെലന് കുട്ടിക്ക് വലിക്കണ്ട. കാരണം നമ്മൾ തമ്മിൽ ഓരോ രീതിയിലേക്ക് പ്രശ്നമില്ല. കാരണം ഇങ്ങനെ ഞാൻ ജാസിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നാളെ മറ്റന്നാളെ ഞാൻ ഹെലനിക്ക് പറഞ്ഞു, ഹെലൻ കൊച്ചിയിൽ വന്നിട്ട് നമുക്ക് കാണണം. കാരണം ഒരു റിലേഷന് ഉണ്ടാക്കാൻ വേണ്ടി വർഷങ്ങളും ആയിരിക്കും. പക്ഷെ ഒരു റിലേഷന് പോകാൻ വേണ്ടി ഒരു 5 സെക്കൻഡ് മതി അല്ലേ? അവളുടെ അമ്മ അച്ഛൻ എന്താ വിചാരിക്കും, ഞാൻ എത്ര
മോശമായിട്ട് ഒരു പെൺകുട്ടിയുടെ വേണ്ടി ഞാൻ പറയുന്നത്. എനിക്ക് പറയുന്ന ഒരു ആവശ്യമില്ല. കാരണം എൻ്റെ വീട്ടിലും 2-3 പെൺമക്കളുണ്ടോ. ഞാൻ പറയുന്ന വാക്ക് ഈ വീഡിയോസിലാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ കിട്ടില്ല. കാരണം ആ വീഡിയോസ് നല്ല രീതിയിലേക്ക് വൈറലായിട്ടുണ്ടോ. അവൻ്റെ ആ പ്രൊഫൈലിൽ, കാരണം ഞാൻ പറഞ്ഞു രാഹുൽ ആ നായർ പറഞ്ഞിട്ട് ആ പ്രൊഫൈലുണ്ടോ, അത് നിങ്ങൾ കുറച്ച് ക്ലോസ് ആക്കി കാണിച്ചു കൊടുക്കുക. അപ്പാണ് ആൾക്കാർക്ക് ഇതാണ് വീഡിയോ. ഇത് ഹെലനെ അയച്ചും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹെലനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ. സോ ഞാൻ ഹെലനിക്ക് ഒരു വോയിസ് നോട്ട് കൊടുത്ത്, സോ ഞാൻ പറഞ്ഞ ഐ പോസ്റ്റ് ദ വീഡിയോ സ്റ്റോറി ആൻഡ് ടാഗ് യു പറഞ്ഞ് അവിടെ എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി ഫോണിൽ സംസാരിച്ച് അത് തീരുന്ന കാര്യമാണ്. പക്ഷേ ആൾക്കാർ അതിൻ്റെ ഒരു കോണ്ടന്റ് എടുത്ത് എന്നെ ജാൻമണി ഭയങ്കര മോശമാണ്, ജാൻമണി ഭയങ്കര ഇതാണ് അതാണ് പറഞ്ഞിട്ട് എനിക്ക് 2 ദിവസമായിട്ട് എനിക്ക്, കാരണം ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കുറ്റമാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ഓൺലൈൻ മീഡിയാസ് ഉണ്ടായിരുന്നു. അവർ നിരവധി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിൽ ജാൻമോണിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. പക്ഷേ ആൻസർ അവർ കൊടുത്തതും എന്ന് വെച്ചാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തില്ല. അതിൻ്റെ റിയാക്ഷനും പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം ക്വസ്റ്റ്യൻസ് കറക്റ്റ് രീതിയിലേക്ക് പോകണം. കാരണം സൈബർ എത്തിക് ജാസിക്ക് മാത്രമല്ല, എനിക്കും ഉണ്ടോ. എനിക്കും വീഡിയോസ് ചെയ്തിട്ട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടോ. ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ലാത്ത മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ റിയാക്ട് ചെയ്ത കാരണം എനിക്ക് മനസ്സിൽ വിഷമം വന്നേ. പറഞ്ഞ ഒരു ആൾ കാർഡിൽ ഇരുന്നിട്ട് എൻ്റെ വേണ്ടി, ഞാൻ ആ ആൾക്ക് അറിയില്ലാത്ത ഒരു ആളല്ല. അറിയുന്ന ആളുണ്ടെങ്കിൽ എൻ്റെ കൂടെ സംസാരിക്കുക. എനിക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇൻസ്റ്റാഗ്രാമിലുണ്ടോ, അത് വിളിച്ചിട്ട് ജാനു ഇത് ശരിയില്ല, ജാനു ഇത് പറയുന്നത് തെറ്റാണ്. അത് അത്ര ധൈര്യം ഇല്ല ആൾക്കാർക്ക്. കറക്റ്റ് അല്ലേ? അതെ. ഞാനൊരു തെറ്റ് ചെയ്ത് ഇപ്പോൾ വേറെ ഒരു കാര്യം ഞാൻ അത് പറയാനുണ്ടോ. കാരണം എനിക്ക് ആ കൊച്ചു പ്രേമം ചേട്ടനല്ലേ, പ്രേമം ചേട്ടൻ ആളുടെ പേര് വച്ചിട്ട് എന്നെ വലിച്ച് കീറുന്ന കുറേ ആൾക്കാരുണ്ടോ. കൊച്ചു പ്രേമം തന്നെ. യു പീപ്പിൾ ആർ നോട്ട് ഇൻസൾട്ടിങ് മീ. ഒരു മരിച്ചു പോകുന്ന ഒരു ആർട്ടിസ്റ്റൊക്കെ നിങ്ങൾ ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ ഞാൻ ഈ ആൾക്കാർക്ക് എന്താ പറയാം. ഒരു കാര്യം എനിക്ക് പറയും. കാരണം നിങ്ങളെ സ്വന്തം ഒരു ആർട്ടിസ്റ്റൊക്കെ റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്നെ എങ്ങനെ റെസ്പെക്ട് ചെയ്യും? ഞാനൊരു മനുഷ്യനാണ്, എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് സഹിക്കുന്നേ. കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. പക്ഷെ താങ്കൾ ഇപ്പോൾ മലയാളിയല്ല, താങ്കൾ ഇവിടെ വേണ്ട. ഞാൻ ബിഹാരിയാണ്, ഞാൻ ബംഗാളിയാണ്, തിരിച്ചു പോയിക്കോ. ഞാൻ 15 വർഷമായിട്ട് ഈ കേരളത്തിലെ സ്വന്തം നാട്ട് കല്ലനത്തെ. എനിക്ക് അങ്ങനെ അല്ല, ഞാൻ ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലത്തെ. എൻ്റെ അച്ഛൻ്റെ എൻ്റെ 2 അനിയന്മാരുടെ എൻ്റെ കുടുംബത്തിന് നല്ല വരുമാനം ഉണ്ടോ. ഞാൻ വീട്ടിൽ എൻ്റെ അമ്മ മരിച്ചു പോകുന്ന ടൈമിൽ പറഞ്ഞ ഒരു വാക്കുണ്ടോ, തിരിച്ചു വാ. ഞാൻ ഇല്ലെങ്കിൽ വീട്ടിൽ ആരാ നോക്കും. ഞാൻ തിരിച്ചു പോയിട്ട് അവിടെ ജീവിക്കാൻ പറ്റില്ലേ. എനിക്ക് ജോലി ചെയ്യുന്ന ഒരു ആവശ്യമില്ല. ഞാൻ വീട്ടിലിരുന്നിട്ട് മൊത്തം ഫാമിലി കുടുംബം നോക്കിയിട്ട് ഞാൻ നന്നായിട്ട് വീടുണ്ടോ കാറുണ്ടോ എനിക്ക് കിട്ടുന്ന ഭക്ഷണമുണ്ടോ, എനിക്ക് വീട്ടിലെ വാടക കൊടുക്കുന്ന ആവശ്യകത. എനിക്ക് ജീവിക്കാൻ വേണ്ടി ടെൻഷൻ എനിക്ക് അടിക്കുന്ന ആവശ്യകത. എൻ്റെ മുഴുവൻ ജീവിതം ഞാൻ അച്ഛൻ്റെ പൈസയിൽ ഞാൻ ജീവിക്കാൻ പറ്റും. ഞാൻ ഈ കേരളത്തിൽ വന്നിട്ട് എല്ലാം മലയാളികൾക്ക് സ്വന്തം ആൾക്കാർ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവൾ ആരാ, ഇവൾ ബംഗാളിയാണ്, ഇവൾ ബിഹാറിയാണ്. നിങ്ങൾ ഈ ബംഗാളി ആൻഡ് ബിഹാരീസ് അത്ര ചീപ്പാണോ? എല്ലാം മനസ്സിമാരിയല്ലേ, എല്ലാം ഈ ഇന്ത്യയുടെ ഓരോരോ സ്റ്റേറ്റ് അല്ലേ. കാരണം നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അസാമി, നിങ്ങൾ ബംഗാളി, നിങ്ങൾ ബിഹാരി, നിങ്ങൾ മൊത്തം മുഴുവൻ ഓരോരോ സ്റ്റേറ്റിക്കാണ് നിങ്ങൾ ചീത്ത പറയുന്നുണ്ടോ. ഈ ഭാഷ ആ ആൾക്കാർക്ക് മനസ്സിലാവില്ലാത്ത മാത്രം റിയാക്ട് ചെയ്തിട്ടില്ലാത്ത മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അത്ര വിഷമം വരും. നാളെ മറ്റേ ഒരു മലയാളിക്ക് നമ്മൾ അസമിൽ നിങ്ങൾ മലയാളി തിരിച്ചു പോയിക്കോ പറഞ്ഞിട്ട് അത്ര വിഷമം വരും. അസമിലെ ടോപ്പ് മോസ്റ്റ് ഒരു സിംഗറാണ് സന്ധ്യ മേനോൻ. കൃത്യമായിട്ട് പറയുന്നത് സന്ധ്യ മേനോൻ, സി ഈസ് ദ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് സിംഗർ. നിങ്ങൾ യൂട്യൂബിലെ ടൈപ്പ് ചെയ്യൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്ര വലിയ ആർട്ടിസ്റ്റ് തന്നെ. ഞാൻ കേരളത്തിൽ വന്നിട്ടാണ് മനസ്സിലായി, സി ഈസ് എ മലയാളി. സന്ധ്യ ചേച്ചി എനിക്ക് പറയുന്നത് എൻ്റെ നാട്ടാണ്, പക്ഷെ ഞാൻ പോയിട്ടില്ല. ജാനു അത്ര പേരെ ഉണ്ടാക്കി. സോ we all are humans, we all are living inside of India. You cannot say നിങ്ങൾ ബംഗാളിയാണ് നിങ്ങൾ തിരിച്ചു പോയിക്കോ. കാരണം നിങ്ങളത് ഈ ഓരോരോ വാക്ക് എന്നെ പേഴ്സണലി ഹേർട്ട് ചെയ്യാനാണ്. കാരണം നാളെ മറ്റന്നാളെ എനിക്ക് വർക്കിൽ ഹേർട്ട് ചെയ്യാനാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഇവിടെ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, അത് നിങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരു വീഡിയോ ആൾക്കാർക്ക് ലീക്കാക്കി അത് എൻജോയ് ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഭയങ്കരമായിട്ട് വളർന്നു വരികയാണ്. അല്ലെങ്കിൽ നിങ്ങളെ ട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ മോശമാക്കി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു വിഭാഗം വളരെയുണ്ട്. അവരോട് എന്താണ് ജാൻമണിക്ക് പറയാനുള്ളത്? എന്താ പറയുന്നത് മീൻസ് അങ്ങനെ പോലെ ആൾക്കാർക്ക് ഇപ്പോൾ ശരിയൊരു എക്സാമ്പിൾ ഫഹാദ് പറഞ്ഞിട്ട് ഒരാൾ ജാസ്റ്റിൻ്റെ കൂടെ എന്താ പ്രശ്നം എനിക്ക് പേഴ്സണലി. കാരണം ഞാൻ സ്റ്റാർട്ടിങ് മുതലേ കണ്ടത്. പക്ഷേ എൻ്റെ ആവശ്യത്തിന് ഒരു ട്രോൾ വീഡിയോ ചെയ്തിട്ടുണ്ടോ, ഞാൻ അത് കണ്ടിട്ട് ചീരിച്ച് ചത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഭയങ്കര മോശമായിട്ട് പറയുന്ന കുറേ ആൾക്കാരുണ്ടോ. ദേ തിങ്ക് ലൈക്ക് വി ഡോണ്ട് ഹാവ് എനി വൺ. നമുക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും മോശമാക്കി പറയുന്നുണ്ടെങ്കിൽ
ആരും ഒന്നും റിയാക്ട് ചെയ്യില്ല. സത്യം പറഞ്ഞാൽ ആരും ഒന്നും റിയാക്ട് ചെയ്യില്ല. കാരണം എനിക്ക് 2 വർഷമായിട്ട് എൻ്റെ പേഴ്സണൽ വീഡിയോയിൽ, എൻ്റെ വർക്കിൻ്റെ വീഡിയോയിൽ വന്നിട്ട് തേടി വിളിക്കുന്ന കേൾക്കാൻ പറ്റില്ലാത്ത തേടികൾ, വായിക്കാൻ പറ്റില്ല അത്ര കച്ചറ തേടികളെ വിളിക്കുന്നത്. ഞാൻ കറുപ്പാനെ പറഞ്ഞ് അതുക്കും അപ്പുറത്തെ തേടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ടോ? പക്ഷെ ആ മനുഷ്യന്മാരിത് നമുക്ക് എല്ലാം ഓക്കെ, നമുക്കെല്ലാം കിട്ടണം. നമ്മൾ തിരിച്ച് എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദിവസം ജാൻമണി ചീത്ത, ജാൻമണിൻ്റെ ക്യാരക്ടർ എങ്ങനെ, ജാൻമണി ബീഹാറിയാണ്, ജാൻമണി ബംഗാളിയാണ്, ജാൻമണി തിരിച്ചു പോയിക്കോ. ഈ പാവം എന്താ പറഞ്ഞ ഈ ഹെലനിക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ വീഡിയോസിലെ അവളുടെ ഫോട്ടോ കൊടുത്തിട്ട് ജാൻമണി പറയുന്ന മറുപടിയാണ് ഹെലൻ്റെ വേണ്ടി. അതിങ്ങനെ കാരണം ആ കുട്ടിയെ കൂടി എനിക്ക് ഒരു പ്രശ്നമേ ഇല്ല. ഇത് ഭയങ്കര മോശമല്ലേ? നിങ്ങളെ ബീഹാറിയാണ്, നിങ്ങളെ അസമിയാണ്, നിങ്ങളെ ഓരോരോ സ്റ്റേറ്റിലേക്ക് വിളിച്ചിട്ട് നമ്മളെ അത്ര ചീപ്പൊന്നും അല്ല. നിങ്ങളെ അസമിലെ പോയിട്ട് പറഞ്ഞ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. സെയിം ലൈക്ക് കേരള. ഞാൻ മലയാളികൾക്ക് അത്ര സ്നേഹം കൊടുത്ത് എനിക്ക് തിരിച്ച് എന്താ കിട്ടുന്ന തേരി വിഷമം പറയില്ലേ? ഇന്നെ എനിക്ക് സെറ്റാൻ പറഞ്ഞു, എനിക്ക് നല്ല വിഷമം തന്നെ. കാരണം എന്നെ ഉപദ്രവിക്കുന്ന ആൾക്ക് ഞാൻ മറുപടി കൊടുക്കുന്ന പറ്റില്ലെങ്കിൽ ഞാൻ വാ തുറക്കുന്ന വീട്ടിലേ ഇരിക്കും, പ്രശ്നമില്ല. ജാൻമണി എന്തെങ്കിലും പറഞ്ഞ് ബാക്കി ആൾക്കാർ എന്തൊക്കെ വന്നിട്ട് എൻ്റെ തലയിലേക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും, കളിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഡൺ. ഇറ്റ്സ് റിയലി വെരി ബാഡ് ബിക്കോസ് ഐ ആം ഗെറ്റിംഗ് ഹേർട്ട്. ഞാൻ എത്ര വർഷമായിട്ട് ഓരോ ആൾ ഇപ്പം ഓൺലൈൻ മീഡിയ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, ഞാൻ ചിരിച്ച് സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ ഓരോ ആൾക്ക് മോശമായിട്ട് ഞാൻ ഒരു ദിവസം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അത്ര വൃത്തിയില്ലാത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാരുണ്ടോ? കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതെ. കാരണം ഈ ഫോണിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എഡിറ്റിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഫോണിൽ നന്നായിട്ട് റെക്കോർഡാവും. പക്ഷെ നമ്മൾ അവിടെയാണ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ 10 ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ നമുക്ക് ഓരോ ആൾക്ക് മാത്രമേ ആൻസർ തരാൻ പറ്റത്തുള്ളൂ. അതെ. പക്ഷെ ആ സെയിം റിയാക്ഷൻ അടിച്ചിട്ട് ഇതാണ് പഠനത്തെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്ര മോശമാണ്. കാരണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ ഒരു വാക്കാണ് അവനിക്ക് നല്ല കറുപ്പാണ്. ആ വാക്ക് ഞാൻ കറക്റ്റാണ് പറഞ്ഞത്. അവൾ എന്നല്ല പറഞ്ഞ അവനാണ് ഞാൻ പറഞ്ഞത്. അവൻ്റെ ഫാമിലി, അവൻ്റെ കുട്ടികൾ, അവൻ്റെ അമ്മ അച്ഛൻ, അവൻ്റെ വൈഫ്, ഭാര്യ ഈ വീഡിയോ കാണുമില്ലേ? ഉറപ്പായിട്ട് കാണും. കാരണം ഇങ്ങനെ പോലെ പറയുന്ന ആൾക്കാർ ഭയങ്കര നല്ലതാ, ട്രോളാക്ക്, പൈസ ഉണ്ടാക്കും. നമുക്ക് ഓക്കെ, വൺ ക്വസ്റ്റ്യൻ ഐ വിൽ ടെൽ യു. ഇഫ് യു ഡോണ്ട് ലൈക്ക് മീ, എന്നെ ഇഷ്ടമില്ല, എന്നെ കാണണ്ട, ഇഗ്നോർ ഇറ്റ്. ഞാൻ എന്താ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ ഒരു കിലോ നോക്കണ്ട. എൻ്റെ വീഡിയോ വച്ചിട്ട്, എൻ്റെ ഫേസ് വച്ചിട്ട്, എൻ്റെ കാര്യങ്ങളും എഡിറ്റിട്ട്, ഓരോരോ കാര്യം എഡിറ്റിട്ട് നിങ്ങൾ വീഡിയോ ഉണ്ടാക്കും യൂട്യൂബിൽ. ആ പൈസ നിങ്ങൾ വീട്ടിലെ ഭക്ഷണം വാങ്ങിച്ചിട്ട് കഴിക്കും. അതെങ്ങനെ? ആള് ശരിയില്ല, ആള് ഭയങ്കര മോശമാണ്. പക്ഷെ ആ ആളുടെ തലയിലേക്ക് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ നന്നായിട്ട് പറ്റുമല്ലേ? പിന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക് മാത്രം അത്രയായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നത്. കാരണം ഈ ആളിൽ ഞാൻ കളിക്കുന്ന ആളുടെ വീഡിയോയിൽ കാണാൻ പറ്റും. എനിക്ക് മാത്രമല്ല, മുഴുവൻ കമ്മ്യൂണിറ്റിക്ക് ഇത് ലെസ്ബിയൻ ആണ്, ഇത് ഗേ ആണ്, ഇത് ട്രാൻസ്ജെൻഡർ, ഈ എല്ലാവർക്കും അടിക്കണം പോലെ റോഡിൽ. ആൻഡ് ഹൂ ഈസ് ഹീ ടു ടെൽ ദാറ്റ്? അവനക്ക് ഒരു ഫോൺ ഉണ്ടോ, ഒരു കാറിൽ ഇരിക്കാൻ പറ്റും, അവനെ ആ വീഡിയോ ചെയ്യാൻ പറ്റും. ഇഫ് യു ഹാവ് ഗാറ്റ്സ്, യു കം ടു മൈ ഹൗസ്, നോ ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഞാൻ ഇപ്പോൾ ഹെലൻ്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ഹെലൻ്റെ നമ്പർ തപ്പി ഞാൻ ഹെലനിക്ക് വിളിച്ച് സംസാരിച്ചു. കാരണം ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആ പെൺകുട്ടിക്ക് എനിക്ക് അറിയത്തില്ല, ആ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ജാസിയുടെ ഒരു വിഷയത്തിലുള്ള തർക്കങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ജാൻമോണി അവിടെ വരുന്നതും സംസാരിക്കുന്നതും. ഇപ്പം അതിൽ തന്നെ ജാസിയെ ഇപ്പോൾ ഹെലൻ പറഞ്ഞൊരു വാക്കുകളുണ്ട്, ആണെന്നും വിളിക്കാൻ പറ്റില്ല, പെണ്ണെന്നും വിളിക്കാൻ പറ്റില്ല, ആണും പെണ്ണും കെട്ടെന്നും വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ നടത്തി. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിറ്റീനെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇപ്പോൾ ഹെലനായാലും നടത്തിയിട്ടുണ്ട്, ബാക്കിയുള്ള ഇപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? എവ്രി വൺ ഹാവ് ദെയർ ഓൺ വ്യൂ പോയിന്റ്. ഞാൻ പറഞ്ഞല്ലേ, അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. കാരണം നമുക്ക് ഒരാളുടെ മനസ്സ് മാറ്റാൻ പറ്റത്തില്ല. ചിലപ്പോൾ എന്നെ ഇപ്പോൾ 50% ആൾക്കാർ ഭയങ്കര സ്നേഹമുണ്ടെങ്കിൽ 50% ആൾക്കാർ ദേ ഹേറ്റ് മീ. കാരണം ഈ വീഡിയോസ് കണ്ടിട്ട് അവർ നെഗറ്റീവ് മാത്രമല്ല, കുറേ പോസിറ്റീവ് കമൻറ്റ് ഉണ്ടോ അല്ലേ? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, സംസാരിക്കുന്ന, എൻ്റെ വീഡിയോസിൽ വന്നിട്ട് ഒരു നല്ല കമൻറ്റ് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ടോ? ഇപ്പോൾ കുറേ ആൾക്കാർ ഇത് നമ്മൾ ഒരിക്കലും വി കനോട്ട് ചേഞ്ച് ദിയർ മെൻറ്റാലിറ്റി. ഇപ്പോൾ ഹെലൻ്റെ ജാസിയുടെ എന്തൊക്കെ പ്രശ്നമുണ്ട്, ബിക്കോസ് ദേ വർ ഫ്രണ്ട്സ്. ഞാൻ എന്താ പറഞ്ഞ് ദീപ്തി കല്യാണിയുടെ വീഡിയോസ് കണ്ട് ആ വീഡിയോസിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു വാക്കാണ് ദേ ആർ ഫ്രണ്ട്സ് ഫ്രം ലോങ് ടൈം.
അല്ലേ? കറക്റ്റ് അല്ലേ? എനിക്ക് അതിൻ്റെ എത്രക്കുള്ളും കാര്യമാണ് എനിക്ക് പേഴ്സണലി അറിയില്ല. അതിന് ഞാൻ അവിടെ പോയിട്ട് ഞാൻ താളടിക്കില്ല. കാരണം ഞാൻ ഇന്നലെ ഹെലൻ്റെ കൂടെ സംസാരിച്ചാൽ നല്ല കുട്ടിയാണ്. എൻ്റെ കൂടെ ഹിന്ദിയിൽ സംസാരിച്ച് കൃത്യമായിട്ട് ഞാൻ പറയാൻ പറ്റി കുട്ടിക്ക്. ഇതാണ് സംഭവം. ആ വീഡിയോ അയച്ചു കൊടുത്ത് അവൾക്ക് മനസ്സിലായ കാര്യം. പക്ഷെ താരെ കുറിച്ച് ആൾക്കാരുണ്ടോ ജാൻമണിക്ക് എപ്പോൾ കൊടുക്കും? ഇപ്പം ഹെലനും ഞാനും ഫൈറ്റിംഗ് ചെയ്യണം. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. ഇപ്പം ഹെലൻ എൻ്റെ വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ച് പറയാൻ പോവില്ല. കാരണം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവളുടെ കൂടെ എനിക്ക് സംസാരിച്ചിട്ട് നല്ല സ്നേഹമേ മാത്രം തോന്നിയിട്ടുള്ളൂ. നല്ല കുട്ടിയാണ്. പക്ഷേ ഈ വീഡിയോൻ്റെ എല്ലാ അടിയിൽ വരുന്ന ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് ഹെലൻ്റെ കമൻറ്റ് വരുന്നത് ജാൻമോണിക്ക് ഒരു മറുപടി ഹെലൻ കൊടുക്കണം, ഈ മറ്റേ അത് ജാസിക്ക് കൊടുത്ത പോലെ നല്ല ഒരു രീതിയിലുള്ള അറ്റാക്കിങ്ങുള്ള ഒരു മറുപടി. കാരണം ഈ ആൾക്കാരെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? കാരണം ഈ ആൾക്കാർ ഹെലൻ എന്താ പറയുന്നത് കേൾക്കും, ഹെലന് പറയുന്നത് കേൾക്കും, അത് കഴിഞ്ഞിട്ട് ജന്മിനി എന്താ പറയും അതാ കേൾക്കും. ഹെലനിക്കും സ്വന്തം പണിയുണ്ടോ, എനിക്കും സ്വന്തം പണിയുണ്ടോ? കാരണം എനിക്ക് ഒരു അറിയില്ലാത്ത പെണ്ണിക്ക് ഞാൻ പോയിട്ട് ഞാൻ അവൾക്ക് തെറി വിളിക്കാൻ പറ്റില്ല. അവൾ എന്നെ വേണ്ടി എനിക്ക് ഒരു വിശ്വാസമുണ്ട്. അവൾ എൻ്റെ വേണ്ടി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൾ എൻ്റെ മുഖത്തിൽ നോക്കി പറയും. ഞാൻ അത് ഇന്നലെ ഞാൻ വീഡിയോയിൽ കോളിൽ ഞാൻ ഹെലനിക്ക് പറഞ്ഞ, ഹെലൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ സൈഡിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസരം ഹെലനിക്ക് ഉണ്ടോ? ആസ് എ സിസ്റ്റർ ഐ ആം കോളിങ് യു ജാനു, ദിസ് ഇസ് നോട്ട് കറക്റ്റ്, ജാനു ഇത് ചെയ്യണ്ട. അതാണ് ഒരു നല്ല മനുഷ്യൻ്റെ സ്വഭാവം അല്ലേ? അല്ലേ? എനിക്ക് എത്ര വിശ്വാസമുണ്ടോ? ഇപ്പം ഹെലനിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചിട്ട് നല്ല ചീത്ത പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇഫ് ഐ എം ഡൂയിങ് റോങ്, എൻ്റെ സൈഡിൽ തെറ്റില്ലാത്താണ് ഞാൻ ഹെലനിക്ക് എനിക്ക് ഈ വീഡിയോസ് തെലുങ്കിന് മുന്നേ ആണ് ഞാൻ ഹെലനിക്ക് വിളിച്ച് മൊത്തം ക്ലിയർഫൈ ചെയ്തത്. ഹെലന് പറഞ്ഞു എല്ലാവരും വിചാരിക്കുന്നത് എന്നെ പറയുന്നത്. ഞാൻ പറഞ്ഞു ഹെലൻ ലിസൺ ടു ഇറ്റ്, ഞാൻ അവനാണ് പറയുന്നത്. ഈ വീഡിയോസിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഇയാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച്, കാരണം എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈമിൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് നോക്കി. എൻ്റെ ഫേസ് നിങ്ങളെ കാണാൻ പറ്റും ആ വീഡിയോയിൽ. എൻ്റെ ഫേസ് ചോദിക്കുന്ന ആളുടെ ക്യാമറയിലല്ല, ഞാൻ മറുപടി കൊടുക്കുന്ന ആളുടെ ക്യാമറയിലാണ് ഞാൻ നോക്കി മറുപടി കൊടുക്കുന്നത്. ആലോചിക്ക് അത്തരം ഒരു മിസ്ലീഡിങ് മിസ്ഗൈഡിങ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് കുറേ ആൾക്കാർ പോയിട്ട് യൂട്യൂബിൽ ജന്മനി ശരിയില്ല, ജന്മനി സ്വഭാവം ശരിയില്ല, ഇതായില്ല. ഈ പറയുന്ന ആൾക്കാർ 100% കറക്റ്റ് ആണോ? എൻ്റെ ക്വസ്റ്റ്യൻ. If they are 100% ekdam right person, they are not doing anything in the life. Okay. Everyone human being, sometimes it will be, നമ്മൾ പറയുന്നില്ലേ ചിലപ്പോൾ നമ്മളെ കാണുന്ന കേൾക്കുന്ന രണ്ട് സാധനം ചിലപ്പോൾ തെറ്റുണ്ടാവും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ അനുഭവിക്കുന്ന ആരാ? ഞാൻ. എനിക്ക് ഏറ്റവും വിഷമം വന്ന കാര്യം എന്താ മനസ്സിലായോ? നീ ബിഹാരിയാണ്, നീ അസമീസ് ആണ്, നീ തിരിച്ചു പോയിക്കോ. ഈ 15 വർഷം നീ ഈ സ്ഥലത്തിൽ ഞാൻ കൊടുത്തല്ലേ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അത്ര ആൾക്കാർക്ക് ഞാൻ വാരി കാണിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ദിവസം ആര്യ പറഞ്ഞ വീഡിയോസ് നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലേ? ഒരു 99% ആൾക്കാർ എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഓരോ ആളുടെ കയ്യിലേക്ക് ഓരോ ദിവസം ഒരു ചെറിയ ഗിഫ്റ്റ് പോലും ഞാൻ മേടിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ കൂടെ താമസിച്ചിട്ട് എത്ര വലിയ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടോ? ഞാൻ തിരിച്ച് ഞാൻ പഠിച്ചു കൊടുത്ത എനിക്ക് അത്ര കൊടുക്കണം പറഞ്ഞിട്ട് ഞാൻ നല്ല തന്നിട്ടുണ്ട്. എല്ലാവരും ടോപ്പ് മോസ്റ്റ് ലെവലിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇഫ് യു ലവ് മീ, അതർവൈസ് ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇന്നലെ ജാസിയുടെ കാര്യത്തിൽ ഞാൻ കറക്റ്റ്ലി പറഞ്ഞേ. ആ വീഡിയോസ് ആരും കണ്ടിട്ടില്ല. ആയിക്കോട്ടെ, ഇറ്റ്സ് ഗുഡ് നാ, ലെറ്റ് ദം ബി ഡു ഇറ്റ്. നമ്മളുടെ വേണ്ടി ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. ഞാൻ എത്ര നല്ല കാര്യം ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഒരാൾ ഓരോ വീഡിയോ തന്നിട്ടില്ലല്ലോ. ജാനു കേരളത്തിൽ എൻ്റെ പാട്ടിൻ്റെ ഭയങ്കര ഒരു ചിരി കളിച്ചിട്ട് ട്രോളാക്കി ഭയങ്കര കേൾക്കാൻ പറ്റില്ലാത്ത വായിക്കാൻ പറ്റില്ലാത്ത കോമെൻറ്റ്സ് തരികയുണ്ടോ? പക്ഷെ ഓരോ ആളെ അതാ പറഞ്ഞേ, നമ്മൾ മലയാളി അല്ല, പക്ഷെ അവളെ അത്ര പഠിച്ചല്ലേ. വൈ യു പീപ്പിൾ കാൻറ്റ് റെസ്പെക്ട് ദറ്റ് വൺ നോൺ മലയാളി ഈസ് കമ്മിങ് ആൻഡ് ലേണിങ് അത്ര നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതൊക്കെ ഓരോ വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ വീഡിയോ ഇടുന്ന ഒരു കാര്യമായിട്ട് ഞാൻ ഹെലനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുടരെ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോസ് കംപ്ലീറ്റ്ലി എൻ്റെ ഈ ട്രോൾ വീഡിയോയുടെ ആണ്. പ്ലീസ് നോർമൽ ആൾക്കാർക്ക് പറഞ്ഞത്, തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർ പറഞ്ഞില്ല കാര്യമില്ല, അവർ തെറ്റിദ്ധരിക്കും. പക്ഷെ ഹൂ എവർ നോസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഐ സെഡ് ഹിം. ഞാൻ ഈ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞേ. കാരണം ഹെലനിക്ക് എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഇന്നലെയാണ് നമ്മൾ സംസാരിച്ച് അത് ക്ലിയർഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ആ കുട്ടിക്ക് പാവം വലിച്ച് നിങ്ങൾ ഈ പ്രശ്നത്തിൽ കേട്ടണ്ട. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ജാസി അവിടെ ഉണ്ടായിരുന്നു. ജാസി കുറേ നിരവധി വീഡിയോസ് ചെയ്യുന്ന ആളാണ്. പലതരത്തിലുള്ള ഇപ്പം ഒരു പ്രഗ്നൻ്റ് ആവും എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് വന്നു. അതിനുശേഷം അതങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് വന്നു. ഇപ്പം ബ്രസ്റ്റിന് സർജറി ചെയ്തിട്ട് ഡൗൺ സർജറി ചെയ്തു എന്നുള്ള കൺഫ്യൂസിങ് ആക്കുന്ന വീഡിയോസ് വന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഒരാൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ തന്നെ ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിറ്റീനെ മൊത്തം കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ വരില്ലേ?
അതെനിക്ക് ഒന്നും ദാറ്റ് ഐ ഡോണ്ട് ഹാവ് എനി ആൻസർ ബിക്കോസ് എനിക്ക് ഒരാൾ പേഴ്സണലി എന്താ ചെയ്തിട്ടില്ല, ഞാൻ அதை വച്ചിട്ടല്ല ഞാൻ ഫ്രണ്ട്ഷിപ്പ് ചെയ്യുന്നത്. ഞാനൊരു മനുഷ്യൻ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ചെയ്തത്. ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ജാസി വന്നിട്ട് ഒരു കമൻറ്റ് പാസ് ചെയ്യില്ല. ഞാൻ അവളുടെ വീഡിയോയിൽ ഞാൻ പോയിട്ട് ഒരു കമൻറ്റ് പാസ് ചെയ്യില്ല. ഇപ്പോൾ കമ്മ്യൂണിറ്റി പാനലിൽ കമ്മ്യൂണിറ്റി പാനലിൽ ഒന്നുമില്ല. നമ്മളെല്ലാവരും ഈ ഹ്യൂമൻ സൊസൈറ്റിയിലാണ് താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്ന ഈ വീട് ട്രാൻസ്ജെൻഡറുടെ അല്ലല്ലോ, ഒരു നോർമൽ ഫാമിലിയുടെ അല്ലേ. സോ നമ്മൾ ആ സെപ്പറേഷൻ ആക്കി ഞാൻ കാണുന്നില്ല. ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം, ഒരാൾ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ആൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ജാസി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദെയർ ഹാബി. വാട്ട്സ് ഈസ് ഡൂയിങ് ഫോർ ആൾ തിങ്. I'm nobody is going to judge her. Am I correct or not? Yes. I am nobody to judge her because I am not 100% correct. ഓക്കെ. ഇപ്പോൾ ജാസി എൻ്റെ കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ജാസിക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, ജാസി ഇങ്ങനെയല്ല ഇങ്ങനെയാണ്. പക്ഷെ ജാസിയുടെ ഇൻഡിപെൻഡൻസി ഉള്ളിലേക്ക് പോയിട്ട് ഞാൻ അവൾക്ക് ഇത് ചെയ്യണ്ട, നീ എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പറയാൻ വേണ്ടി ഞാൻ ആരുമില്ല. അങ്ങനെയല്ല നമ്മൾ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റീനെ ഇപ്പോൾ 9 അല്ലെങ്കിൽ ചാന്ത് പൊട്ടെന്നൊക്കെ ഇപ്പോൾ വിളിക്കുന്നത് പക്ഷേ നേരത്തെ വിളിക്കുന്നതിനേക്കാളും വളരെ കുറവുണ്ട്. അതുപോലെ ഇപ്പോൾ നേരത്തെ കാലം സിനിമയിൽ അവസരങ്ങളുണ്ട്. കുറവൊന്നുമില്ല. നിങ്ങൾ എൻ്റെ പേജിൽ പോയിട്ടില്ല കണ്ടെത്തില്ല മനസ്സിലാവും. അല്ല, ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിലല്ല, പൊതുസമൂഹത്തിൽ ആളുകൾ കൂടുതൽ അംഗീകരിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ അല്ല, ഇപ്പോഴത്തെ കൂടുതൽ പണ്ടത്താണ് ആൾക്കാർ സ്നേഹം കൂടുതലുണ്ട്. ആണോ? അങ്ങനെയാണോ? കാരണം ഞാൻ 2010 വന്നിട്ട് ഇവിടെ ഓൺലൈൻ മീഡിയാസ്, ഈ സോഷ്യൽ മീഡിയാസ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇല്ല. ആ ടൈമിൽ ഓർമ്മ ഉണ്ടെങ്കിൽ BBM മാത്രം നമ്മൾ ഫസ്റ്റ് ബ്ലാക്ക്ബെറി മൊബൈലിൽ വന്നിട്ട് BBM ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ആ ടൈമിൽ അത്ര ഒന്നും അറിയാൻ പറ്റില്ല ടൈമിൽ ഞാൻ കാര്യം പറയും, ഞാൻ 2-3 ആൾക്കാർക്ക് വേണ്ടി ഞാൻ മലയാളികൾ ചീത്താണ് ഞാൻ ഒടുക്കൽ പറയില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, കേരളത്തിൽ നമ്മൾ അങ്ങനെ ജീവിക്കണല്ലേ, അത് വേറെ സ്റ്റേറ്റിൽ പോയിട്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ല. ലൈഫ് ഈസ് വെരി ഹാർഡ്, ബേസിക്കലി നോട്ട് അല്ലേ, കറക്റ്റ് അല്ലേ? കാരണം ഇവിടെ ആൾക്കാർ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ സ്നേഹമുണ്ടോ, കറക്റ്റ് അല്ലേ? അതെ. ഇപ്പോൾ എന്തൊക്കെ ഫൈറ്റിംഗ് ഉണ്ടെങ്കിൽ തിരിച്ചു പോയിട്ട് വിളിക്കില്ല ആ വാക്ക് പറയുന്ന ആ മലയാളികളുടെ മനസ്സിലുണ്ടോ? ദാറ്റ് ഈസ് ദ റീസൺ ഐ ലവ് കേരള. എനിക്ക് ഇങ്ങനെ അല്ലക്കി എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലാത്ത ഞാൻ എവിടെയോ പോകാൻ പറ്റില്ലാത്താണ് ഞാൻ കേരളത്തിൽ ജീവിക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ തമിഴ്, തെലുഗു, മലയാളം, കന്നഡ, ഹിന്ദി, ഡൽഹിയിലെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ എൻ്റെ നല്ല പേരുണ്ട്. എൻ്റെ തിരിച്ച് അസാമിൽ പോകുന്നുണ്ടെങ്കിലും എനിക്ക് നല്ല പേരുണ്ട്. ഞാൻ ഇവിടെ താമസിക്കുന്നത് ഓൺലി ബിക്കോസ് ഓഫ് സ്നേഹം, ലവ്. കാരണം വി ക്യാൻ ഏൺ മണി ഫ്രം എനിവെയർ ബട്ട് വി cannot earn love from anywhere. Am I correct? Yes. That is the reason I'm saying, like, എല്ലാ മലയാളികൾക്ക് നമുക്ക് ചീത്ത പറയാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ ട്രോള്, ഇപ്പോഴത്തെ ആ തേരി വിളിക്കുന്നത്, ഇപ്പോഴത്തെ ഈ ഉമ്പതാണ് ഇതാണ് അതാണ് വിളിക്കുന്നത്, പണ്ടത്തെ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ വന്ന ടൈമിൽ ആൾക്കാരുടെ സ്നേഹം, ആൾക്കാരുടെ റെസ്പെക്റ്റ്, കാരണം അങ്ങനെ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കയറാൻ തരുമില്ല. കറക്റ്റ് അല്ലേ? സം ടൈമിൽ നമ്മളുടെ സൈഡിൽ കുറേ തെറ്റുകളുണ്ടോ? അതാണ് ഈ താലി ഇസ് നോട്ട് കമ്മിങ് ഫ്രം വൺ സൈഡ്, ബോത്ത് സൈഡ്. കാരണം എവറി ആക്ഷൻ ഹാസ് എ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇപ്പോൾ ഇത് ചെറിയ എക്സാമ്പിൾ എൻ്റെ വീഡിയോയിൽ കണ്ടില്ലേ, അതിൻ്റെ ഓരോ കാര്യം എനിക്ക് മനസ്സിലായി. സംടൈം നമ്മളെ കണ്ട് കേട്ട് പറയുന്ന സാധനവും നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും. എന്താണ് കോൺട്രവേഴ്സി ഉണ്ടായെന്നും അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും ജാൻമണി പറഞ്ഞു കഴിഞ്ഞു. സാധാരണ ഇപ്പോൾ ജാൻമണി ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതൽ വൈറലാവുന്ന ജാൻമണിയുടെ പാട്ടിലാണ്. നമുക്കൊരു പാട്ട് പാടി തരാമോ? അത്ര വിഷമത്തിൽ എൻ്റെ പാട്ട് പറയുമ്പോൾ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അതന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഈ സത്യം എന്താണ് അത് നിങ്ങൾ ഒബ്വിയസ്ലി പുറത്തേക്ക് ആക്കി കൊടുക്കും. കാരണം അത്ര വിശ്വാസം എനിക്ക് ഉണ്ടോ, ആൾക്കാർക്ക് മനസ്സിലാവും ജാനുവിൻ്റെ പറയുന്ന രീതി ഇതല്ല, വേറെ ഒരെണ്ണമുണ്ടോ, ഈ ജാനു പറയുന്ന വേറെ ഒരു ആൾക്കാണ്, ഈ ഹെലനിക്കല്ല. ആ കാര്യം പ്ലീസ് മനസ്സിലാക്കണം. അതേ മാത്രം എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളൂ. ബാക്കി ഒബ്വിയസ്ലി ഒരു പാട്ട് പറയാം. ആ ദിവസം ഞാൻ പറഞ്ഞ് കുറേ ആൾക്കാർ ചിരിച്ചു. പിന്നെ വീണ്ടും ഞാൻ പാടത്തെ സോറി. ഒരു രാത്രി കോരി വിധവാങ്കവേ, ഒരു പാട്ടുമൂലി വെയിൽ വീരവേ, പതിയെ പറന്ന് നിരുകൾ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരു രാത്രി കോരി വിധവാങ്കവേ, ഒരു പാട്ടുമൂലി വെയിൽ വീരവേ.